നേറ്റിവിറ്റി കാർഡ് ബിൽ ചർച്ചയില്ലാതെ നിയമസഭ പാസാക്കി. ഉമേഷ് ബാലകൃഷ്ണൻ നിയമസഭയിൽ നിന്ന് വാർത്തയുടെ ഏറ്റവും പുതിയ ചേർന്നു. ഉമേഷ്, തന്ത്രിയെ ഒരു തെളിവില്ലാതെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലിട്ടു. എന്നിട്ട് തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ സ്വാഭാവിക കുറ്റപത്രമൊക്കെ സാധാരണയുള്ളവർ പുറത്തുപോയത് സ്വാഭാവിക കുറ്റപത്രത്തിന്റെ അഭാവത്തിലാണെങ്കിൽ അതൊന്നുമില്ല. തന്ത്രി പുറത്തിറങ്ങിയ ആ കോടതി വാർത്ത ഇന്നും സഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. ഉറപ്പായും വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം പ്രചരണ വിഷയം ശബരിമല തന്നെയാണ് എന്ന് പ്രതിപക്ഷം പറയാതെ പറയുന്നു ഇന്നും സഭയിൽ. ഉമേഷ്, തീർച്ചയായും ബജറ്റ് സെക്ഷൻ ആരംഭിച്ച അന്നു മുതൽ തന്നെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ബജറ്റ് ദിവസം മാത്രമാണ് നടപടികളുമായി പൂർണ്ണമായി സഹകരിച്ചത്. അതിനുശേഷം ഈ ചോദ്യോത്തര വേളയിൽ തന്നെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തും. ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് പ്രധാനമായി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇന്നും സമാനമായി കെ ബാബു സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കില്ല, എന്തായാലും തന്ത്രിയെ സംരക്ഷിക്കുന്നത് ആര് എന്ന ചോദ്യം ഞങ്ങളാണ് തന്ത്രിയുടെ വക്കാലെടുത്തത് എന്നുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഭരണപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഞങ്ങൾ ആരുടെയും വക്കാലത്ത് എടുത്തിട്ടില്ല. അതേസമയം തന്ത്രിയെ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞത്, തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞത് കോടതിയാണ്. അക്കാര്യം മാത്രമാണ് ഞങ്ങൾ ഉന്നയിച്ചതെന്നായിരുന്നു ഈ കെ ബാബു സഭ തുടങ്ങിയപ്പോൾ തന്നെ സഭയെ അറിയിച്ചത്. അതിനുശേഷമാണ് മന്ത്രിമാരുടെ മറുപടി വന്നത്. ആദ്യം പി രാജീവ് മറുപടി പറഞ്ഞു. പി രാജീവ് രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത്. ഒപ്പം സ്വതന്ത്രമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നും, ഒപ്പം ഹൈക്കോടതി അന്വേഷണ സംഘത്തിന്മേൽ പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വിജിലൻസ് കോടതിയാണ് അതിനു മുകളിൽ തന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുമ്പോൾ അത്തരമൊരു പരാമർശം നടത്തിയത്. അതിൽ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നുള്ള മറുപടിയുമാണ് പറഞ്ഞത്. എന്തായാലും അതിനുശേഷം എം പി രാജേഷും പ്രസംഗിച്ചു. എം പി രാജേഷിന്റെ പ്രസംഗ സമയത്തും വീണ്ടും പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ സർക്കാർ പ്രതിനിധികളും തമ്മിൽ വാക്കുപോരമുണ്ടായി. അതിനിടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഒപ്പം സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ പിടിച്ചു. ഒപ്പം പ്ലക്കാർഡുകൾ ഉയർത്തി. ആ സമയത്താണ് ചോദ്യോത്തരവേള 9:20 സ്പീക്കർ അവസാനിപ്പിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു. എന്തായാലും ചർച്ചയില്ലാതെ തന്നെ നേറ്റിവിറ്റി കാർഡ് ബില്ല് സഭ പാസാക്കുകയും ചെയ്തു. അതേസമയം മറ്റൊരു നിർണായകമായ ചർച്ച ഇന്ന് സഭയിൽ നടന്നത് നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ തിരുത്തി വായിച്ച ഭാഗങ്ങൾ സഭാ രേഖകളിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ഒന്നിലധികം കത്തുകൾ സ്പീക്കർക്ക് നൽകി. ആ ഘട്ടത്തിൽ ഇന്ന് സ്പീക്കർ ഈ വിഷയം പരിഗണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാടെടുത്ത് ഗവർണറുടെ കത്ത് തള്ളുകയാണുണ്ടായത്. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് സഭയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.